അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ലുഖ്മാൻ ആരംഭിച്ചു. അതിൽ ലുഖ്മാൻ എന്ന പേര് സൂറത്തിന് പ്രതിപാദ്യമായതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ലുഖ്മാൻ ആരെന്ന്, പിന്നെ ചരിത്രം സാക്ഷ്യപ്പെടുത്തിയത്, ചില വിഷയങ്ങളാണ് അതിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് സൂറത്തിലേക്ക് വരാം. പിന്നെ ഈ ലുഖ്മാൻ എന്നവരെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചതൊക്കെയും ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ്. ചരിത്രത്തിൽ വന്നതൊക്കെ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമോ പഠിക്കൽ നമുക്ക് ബാധ്യതയോ അല്ല. പക്ഷേ അത്തരം ചരിത്രങ്ങൾ അനുസ്മരിക്കുന്നതിൽ ഒരു കുറവോ കുറ്റമോ ഇല്ലതാനും. നമുക്ക് വിശ്വസിക്കേണ്ടത് എന്താണ്, അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട് സൂറത്തിൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചില കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതിനപ്പുറം നമുക്ക് നിർബന്ധ ബാധ്യത ആയതൊന്നുമില്ല. പക്ഷെ അത് വിചാരിച്ച് നമുക്ക് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും അപ്പുറം ചരിത്ര രചനകളിൽ ചരിത്ര സംഭവങ്ങളായി ഉദ്ധരിക്കപ്പെട്ടത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒരു അപരാധമൊന്നുമല്ല. ചിലരങ്ങനെ പിന്നെ പഠിക്കുന്നതിന് വിമർശിക്കുകയും നിരൂപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹദ്ദിസു അൻ ബനി ഇസ്രായേൽ, ഇസ്രായേലിയരെ കുറിച്ച് പറയാൻ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. നമ്മളുടെ ദീനിനെ കളവാക്കുന്ന അല്ലെങ്കിൽ ദീൻ പിന്നെ വകവെക്കാത്ത വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ പിന്നെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതില്ല എങ്കിൽ പറയുന്നതിൽ പ്രശ്നമല്ല. ഇനി നമ്മൾക്ക് ഇന്ന് സൂറത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഈ സൂറത്ത് എവിടെയാണ് ഇറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിനെ കുറിച്ച് പറയൽ മക്കിയത്ത് എന്നാണ്. മക്കിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലാകുമ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. സൂറത്ത് സാഫാത്ത് ഇതേപോലെ മക്കയിൽ അവതീർണമായ സൂറത്താണ്. സൂറത്ത് സബ മക്കയിൽ അവതീർണമായ സൂറത്താണ്. സാഫാത്തിൻ്റെയും സബയിൻ്റെയും ഇടയിലാണ് ഈ സൂറത്തിൻ്റെ അവതീർണത. സൂറത്തുകളുടെ അവതരണ ക്രമം എടുത്തിട്ടുണ്ടെങ്കിൽ 57-ാമത്തെ സൂറത്താണ് ഈ സൂറത്തു ലുഖ്മാൻ. ഇതിൽ 3 ആയത്തുകൾ, 27, 28, 29 ആയത്തുകളെ കുറിച്ച് അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലായിരിക്കെ അവതീർണമായ ആയത്തുകളാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ സൂറത്ത് ഇറങ്ങിയതിനെക്കുറിച്ച് തഫ്സീറുകൾ പറയുന്നത്, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു ലുഖ്മാൻ എന്നവരെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഹിക്മത്തിനെ കുറിച്ചും മകനുമായുള്ള വർത്തനത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തെ പുരസ്കരിച്ചാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് ചില തഫ്സീറുകളിലുണ്ട്. പക്ഷെ ഇപ്പം അറിയപ്പെട്ട 27, 28, 29 ആയത്തുകൾ, ഖുൽ കാന അൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി എന്ന് തുടങ്ങുന്ന പിന്നെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ വൈജ്ഞാനിക വൈപുല്യത്തെയാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില ജൂത പുരോഹിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു എന്നാണ്. ജൂത പുരോഹിതർ. എന്നിട്ട് അവർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംവദിച്ചു. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിജ്ഞാന പരിമിതിയെക്കുറിച്ച് പറഞ്ഞു. വിജ്ഞാനത്തിൽ പൂർണ്ണതയും തികവുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്രോസ് ചെയ്തു. അവർ പറഞ്ഞത്, മുഹമ്മദ് നിങ്ങളല്ലേ പറയുന്നത് പിന്നെ ഞങ്ങൾക്ക് തൗറാത്ത് തന്നിട്ടുണ്ടെന്ന്. തൗറാത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ, തൗറാത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത്, വകതബ്നാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈ മൗഇദതൻ വതഫ്സീലൻ ലികുല്ലി ഷൈ ഫഖുദ്ഹാ ബിഖുവ വഅ്മുർ ഖൗമക യഅഖുദു ബി അഹ്സനിഹാ സഉരീകും ദാറൽ ഫാസിഖീൻ എന്നാണ്. വകതബ്നാ ലഹു ഫിൽ അൽവാഹി കുല്ലു ഷൈഇൻ, വകതബ്നാ ലഹു ഫിൽ അൽവാഹി കുല്ല ഷൈ. മൂസാക്ക് നാം ലൗഹിൽ അൽവാഹിൽ, മൂസാക്ക് കൊടുത്തത് എന്താണ്? ഫലകങ്ങളല്ലേ. ഫലകങ്ങളിൽ എല്ലാം എഴുതി നൽകി. മൗഇദതൻ, സതുപദേശമായി, വതഫ്സീലൻ ലികുല്ലി ഷൈ, എല്ലാത്തിൻ്റെയും വിശദീകരണവുമായിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഫഖുദാ ബിഖുവ,
മൂസയോട് അത് ശക്തിയിൽ സ്വീകരിക്കാൻ പിടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ വിശുദ്ധ ഖുർആനിൽ പറയാം മൂസാക്ക് എല്ലാം എഴുതി നൽകിയിട്ടുണ്ട് എന്ന്. എന്നിട്ട് അത് പഠിച്ച വേദത്തിൻ്റെ ആളുകളായ ഞങ്ങൾ വിജ്ഞാനത്തിൽ പരിമിതിയുള്ളവരാണ് നിങ്ങൾ പറയുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു എന്നാണ്, അള്ളാഹിൻ്റെ ഇൽമിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഇൽമ് എന്താണ് ഖലീൽ. അള്ളാഹിൻ്റെ ഇൽമിൽ നിന്നല്ലേ തൗറാത്തിൽ നൽകിയത്? ആ തൗറാത്തിലെ ഇൽമിൽ ചിലതാണ് നിങ്ങളുടെ അടുത്തുള്ളത്. അപ്പോൾ അള്ളാഹിൻ്റെ ഇൽമിനെ തട്ടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൽമ് വളരെ പരിമിതമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ വിഷയത്തിലാണ് വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ് എന്നുള്ള ആയത്ത് ഇറങ്ങി. വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ, ഭൂമിയിലുള്ള എല്ലാ വൃക്ഷലതാദികൾ പേനയായി എഴുത്തുകോലായി വർത്തിക്കുകയും വൽ ബഹ്റു യമുദ്ദുഹു, സമുദ്രജലം അതിന് മഷിയായി വർത്തിച്ച് എഴുതുകയുമായാൽ മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹിൻ്റെ വിജ്ഞാനം വചനങ്ങൾ അത് തീരൂല എന്ന് പറയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിജ്ഞാന വൈപുല്യത്തെയാണ് എന്തിനത് ഈ ആയത്തുകൾ അറിയിക്കുന്നത്. അപ്പോൾ ആ ആയത്തുകൾ യഹൂദരുമായിട്ടുള്ള ഈ സംവാദത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. യഹൂദരോട് സംവദിച്ചതും സംസാരിച്ചതോടെ വെച്ചാണ് മദീനയിലാണ്. അതുകൊണ്ട് തന്നെ ഈ 27, 28, 29 വചനങ്ങൾ മദീനയിൽ അവതീർണമായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ യഹൂദരുമായി സന്ധിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ടാവാം. യഹൂദർ മക്കയിൽ വന്നിട്ടുണ്ട്. കാരണം ഖുറൈശികൾ എന്ത് ചെയ്തിട്ടുണ്ട്, യഹൂദികളെ മക്കയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട്, സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സംവാദം എവിടെയും നടക്കാം, മക്കയിലും നടക്കാം. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുൽ ലുഖ്മാൻ മുഴുവൻ മക്കിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഒരു വിഷയമല്ല എന്നാണ് ചില തഫ്സീറുകൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ആലം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിത കാലഘട്ടത്തിലാണ് സൂറത്തുൽ ലുഖ്മാൻ്റെ അവതീർണത മൊത്തത്തിൽ എന്നത് നിസ്തർക്കമാണ്. നമുക്ക് ഈ ആയത്തിലേക്ക് ഇനി വരാം. ഇതിൽ എത്ര അക്ഷരങ്ങൾ എന്താ പറഞ്ഞത്? എത്ര അക്ഷരങ്ങൾ പറഞ്ഞു? 4 ആയത്തുകൾ. അക്ഷരങ്ങൾ എത്ര പറഞ്ഞോ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല? നമ്മൾ അക്ഷരങ്ങൾ പറയുന്നതിൽ ചില ആയത്തുകൾ, അതേപോലെ തന്നെ അതിലുള്ള പദങ്ങൾ, ഇങ്ങനെയൊക്കെ എണ്ണിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അക്ഷരങ്ങൾ പലപ്പോഴും പറയുന്നത് ഇതാണ്. ഇതെത്ര? 2210 110 ഫൈനി വാഷറ 2110 ഹർഫുകളാണ് സൂറത്തുൽ ലുഖ്മാനിൽ എന്നാണ്. ഇങ്ങനെ ഈ ഹർഫുകളെ മാത്രം നമ്മൾ എണ്ണണത് എന്തിനാ? ഒരു ഹർഫ് ഓതിയാൽ എത്ര കൂലിയാ? 10 കൂലിയല്ലേ? ആ കാര്യം മനസ്സിലാക്കാനാണ്. നമ്മൾ സൂറത്തുൽ ലുഖ്മാൻ ആദ്യാന്തം ഓതുമ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് 2110 ഹർഫുകളാണ് ഓതുന്നത്. അപ്പോൾ നമുക്കതിന് എത്ര കൂലി ഉണ്ടാകും? വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ എന്നാണ്. അപ്പോൾ നമുക്ക് എത്ര കൂലി കിട്ടും? 21,100 ഹസനത്ത് നമുക്ക് നേടാനാകും. സൂറത്തുൽ ലുഖ്മാൻ നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ 4 പേജേ ഉള്ളൂ. 4 പേജേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു പുണ്യം മനസ്സിലാക്കാനാണ് ഇവിടെ ഈ ഹർഫുകളെ ഞാൻ എല്ലാ സൂറത്തും പറയുമ്പോൾ തുടക്കത്തിൽ ഉണർത്തുന്നത്. ഖുർആൻ ഓതണം, ദിനേന ഖുർആൻ ഓതണം. ഖുർആൻ ഓതിയിട്ടില്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ മാറാല കിട്ടും. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. മനസ്സിൽ മാറാല കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മനസ്സിനത്തിനും പറ്റൂല. പിന്നെ നമ്മുടെ ഈ അന്തരംഗവും അതേപോലെ തന്നെ നമ്മുടെ ധിഷണയും ഒക്കെ ദീപ്തമാകാനും അതേപോലെ തന്നെ അനുഗ്രഹീതമാകാനും അള്ളാഹിൻ്റെ കലാമല്ലേ. ഞാൻ പറയാറുണ്ട്, ചില പൂർവികർ പറയുമെന്നാണ്, എനിക്ക് അള്ളാഹിനോട് സംസാരിക്കാൻ തോന്നിയാൽ ഞാൻ നിസ്കരിക്കും, ദുആ ചെയ്യും. എനിക്ക് അള്ളാഹിനോട് സംസാരിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാൻ നിസ്കരിക്കും, ദുആ ചെയ്യും. അള്ളാഹ് എന്നോട് ഇങ്ങോട്ട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഖുർആൻ ഓതും. അപ്പം അള്ളാഹിനോട് സംസാരിക്കാൻ നിസ്കാരം, ദുആ. അള്ളാഹ് നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കണമെങ്കിലോ അള്ളാഹിൻ്റെ കലാമല്ലേ ഇത്? അള്ളാഹിൻ്റെ കലാമാണ്. അള്ളാഹ് നമ്മളോട് സംസാരിക്കണം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ. അപ്പോൾ നമുക്ക് അള്ളാഹുവിനോടുള്ള ആ ഒരു ബന്ധം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കാൻ ദുആയും ഖുർആൻ പാരായണം, ദുആയും ഖുർആൻ പാരായണം. ഖുർആൻ ഓതാത്ത അവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല. അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ദിനങ്ങൾ ഉണ്ടാകാൻ പാടില്ലതല്ല. ശരിക്ക്
ഇന്ന് പിന്നെ നമ്മൾ അന്നൂറിൻ്റെ തഫ്സീർ തുടങ്ങിയപ്പോൾ സൂറത്തുൽ ബഖറൻ്റെ വിഷയത്തിലൊരു സംഭവം, വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖതീബ് പ്രാസംഗികനാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാസംഗികൻ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് അൽ അൻസാരി. സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസിൻ്റെ വീട്ടിൽ ഒരു രാത്രി ഭയങ്കര പ്രകാശം. മദീനയുടെ അന്നത്തെ രാത്രിയുടെ അവസ്ഥ ഇരുട്ടുമുറ്റിയ രാത്രിയാണ്. പക്ഷേ ഈ സാബിത്ത് എന്നവരുടെ വീട്ടിൽ പ്രകാശം, തസ്ഹറു മസാബീഹ് എന്നാണ്, ദീപാലങ്കൃതമായിട്ട് വെട്ടം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങോട്ട് പറയാണ്, അല തറ ബൈത അല്ലെങ്കിൽ ദാറ സാബിത്ത് ഇബ്നു ഖൈസ് പറയാണ്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട് കാണുന്നില്ലേ പറയാണ്, അവിടെ വെളിച്ചം കണ്ടപ്പോൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, ലഅല്ലഹു ഖറഅ സൂറത്തുൽ ബഖറ. എന്താ ലഅല്ലഹു ഖറഅ സൂറത്തുൽ ബഖറ? അദ്ദേഹം സൂറത്തുൽ ബഖറ ഓതിയിട്ടുണ്ടാകും എന്ന് പറയുന്നു. അദ്ദേഹത്തെ അറിയുന്നില്ല. നേരം വെളുത്തിട്ട് പിന്നെ ഇവർ സന്ധിക്കുകയാണ്. അപ്പോൾ സാബിത്തിനോട് ചോദിക്കാൻ, ഇന്നലെ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ വെട്ടം പരന്നല്ലോ, എന്തേ? അവർ പറയുന്നത് ഖറഅത്ത് സൂറത്തുൽ ബഖറ, ഞാൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഖുർആൻ പാരായണത്തിൻ്റെ ഒരു പിന്നെ വിശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളുടെ അന്തരംഗം, നമ്മളുടെ ദിഷണ, അതൊക്കെ അതുമാത്രമല്ല ദീപ്താക്കുക, പിന്നെ നമ്മളുടെ വീടും പരിസരവും ദീപ്തമാക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ ഖുർആൻ പാരായണത്താൽ എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇതിപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ സൂറത്തുൽ കഹ്ഫ് ഓതിയപ്പോഴൊക്കെ ചില സഹാബികളുടെയൊക്കെ വീട്ടിൽ വെളിച്ചുണ്ടായ കഥ പറയുന്നില്ലേ? വീട്ടിൽ നിന്ന് ഓതേണ്ടത് വീട്ടിൽ നിന്ന് ഓതലാണ് ശ്രേഷ്ഠത, ഏതായാലും പള്ളിയിൽ നിന്ന് ഓതേണ്ടത് പള്ളിയിൽ നിന്ന് ഓതലാണ് ശ്രേഷ്ഠത. ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതണ്ടേ, അത് പള്ളിക്കൊന്ന് ഓതിയിട്ട് വീട്ടിൽ നിന്നിട്ട് കിടക്കല്ലേ വേണ്ടത്, വീട്ടിൽ തന്നെയല്ലേ കിടക്കുന്നിടത്തു നിന്നാണ് അത് ഓതേണ്ടത്. അതേപോലെ തന്നെ പിന്നെ സൂറത്തുൽ ബഖറ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ആലി ഇമ്രാനൊക്കെ വീട്ടിൽ ഓതാൻ വേണ്ടി പറഞ്ഞതല്ലേ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്കബറകളാക്കരുത്, നിങ്ങൾ വീടുകളിൽ ഖുർആൻ ഓതണം എന്ന് പറയുന്നത്. വീടുകൾ പിന്നെ ഖുർആൻ പാരായണത്തിന് നമ്മൾ പ്രത്യേകമാക്കണം. അത് വിചാരിച്ചിട്ട് മസ്ജിദിൽ ഓതണ്ടെന്നല്ല. മസ്ജിദിന് എന്തിനുണ്ടാക്കിയ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ മൂത്രമൊഴിച്ച ആ സഹാബിൻ്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ഒരുത്തൻ വന്നിട്ട് ഒരാൾ വന്നിട്ട് ഒരു അറാബി വന്നിട്ട് പള്ളിയിൽ നിന്ന് മൂത്രമൊഴിച്ചു. അങ്ങനെ പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അയാളോട് ഉപദേശിച്ചതിൽ കാണാം, ഇന്ന ഹാദിഹിൽ മസാജിദ്, മസ്ജിദുകൾ എന്ന് പറഞ്ഞെങ്കിൽ ലാ തസ്ലുഹു ലിശൈഇൻ മിൻ അദന്നാസ്, ജനങ്ങളുടെ വേസ്റ്റ് എറിയാനുള്ള സ്ഥലമല്ല, മൂത്രിക്കാൻ കാഷ്ടിക്കാൻ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമല്ല. മസ്ജിദുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഖുർആൻ വലിസ്സല, നിസ്കരിക്കാൻ, ദിക്ർ എടുക്കാൻ, ഖുർആൻ പാരായണം അതിനുള്ള സ്ഥലമാണ് എന്ന് പറയല്ലേ. അപ്പം മസ്ജിദിൽ ഖുർആൻ പാരായണം ഉണ്ട്, ബൈത്തുൽ മൻസിലും ഖുർആൻ പാരായണം ഉണ്ട്. എന്തായാലും നമ്മൾ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഞാൻ ഈ തുടക്കത്തിൽ പറയുന്നത്. നമുക്ക് ഈ സൂറത്തിൽ ഇതിൻ്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ ഇസ്മിൽ നാമം, അതിൻ്റെ ബി ഇസ്മി ആണ് കേട്ടോ. അള്ളാഹുവിൻ്റെ നാമം അതിൻ്റെ ബർക്കത്തിൽ, അനുഗ്രഹത്തിൽ തുടങ്ങുന്നു എന്നാണ്. ഇവിടെ പിന്നെ അബ്ദഉ, ഞാൻ തുടങ്ങുന്നു, ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ, അല്ലെങ്കിൽ ഇബ്തിദാഇ, എൻ്റെ തുടക്കം, അത് ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താലും അനുഗ്രഹത്താലുമാണ്. ഈ ബ ഉണ്ടല്ലോ തുടക്കത്തിലുള്ള ബ, അതൊന്നുകിൽ ഇസ്തിആനത്ത്, അല്ലെങ്കിൽ തയമ്മുൻ, ബർക്കത്ത്. ബർക്കത്ത് നമ്മളർത്ഥം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാൽ, തബാറക അസ്മു റബ്ബിക്ക്, നിൻ്റെ റബ്ബിൻ്റെ നാമം ബർക്കത്തുള്ളതാണ്. അപ്പോൾ ആ ബർക്കത്തിനാൽ തുടങ്ങുകയാണ്. അത് നമ്മൾ തിന്നുമ്പോൾ ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാൽ ഞാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ആ തുടക്കമാണ് ഏറ്റവും നല്ല അനുഗ്രഹീതമായ തുടക്കം, ബിസ്മില്ല. അള്ളാഹു ആരാണ്? അർ റഹ്മാനി അർ റഹീം. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്തയുടെ വിശേഷനാണ്. അള്ളാഹു കരുണാമയനാണ്,
കരുണ നിറഞ്ഞവനാണ്. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. കാരുണ്യം നിറഞ്ഞവനാണ് അള്ളാഹു, കരുണാമയൻ. ഒപ്പം അള്ളാഹു റഹീം, കരുണ കനിയുന്നവനാണ്, കരുണ കൊടുക്കുന്നവനാണ്. കരുണ ഉള്ളവൻ എന്ന് മാത്രമല്ല, പിന്നെ അള്ളാഹു ഉള്ളത് കനിയുന്നവനും കൊടുക്കുന്നവനാണ്. ഇതാണ് അള്ളാഹിൻ്റെ പ്രത്യേകത. ഇത് അള്ളാഹുവിൻ്റെ സത്തയുടെ വിശേഷണമാണ്. ഇത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയുടെ വിശേഷണമാണ് അറിയിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ വാസിയാത്തായ റഹ്മത്തിനാണ് അറിയിക്കുന്നത്. റഹ്മത്തുൽ വാസിയ, അതാണ് വിപുലമായ റഹ്മത്തിനാണ് അറിയിക്കുന്നത്. റഹ്മാൻ. റഹീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വാസിലത്തായ റഹ്മത്തിനാണ്. വാസിലത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊടുക്കുന്ന. ചിലർക്ക് ഉണ്ടായിട്ട് കാര്യമല്ല, നമ്മളെ പടപ്പുകളെ അപേക്ഷിച്ചിട്ട് ഉണ്ടാവും, കൊടുക്കൂല. മൂപ്പര് ഭയങ്കര ധനികനാണെന്ന് പറയും. പക്ഷേ നടന്മാർ പറയും കഴുതക്ക് രോമം ഉണ്ടായിട്ട് എന്താ ബാർബർക്ക് കാര്യമെന്ന്. എന്ന പോലെയാണ് മൂപ്പർക്ക് ഉണ്ടായിട്ടെന്താ ആളുകൾക്ക് കാര്യം ഒരു കാര്യമല്ല. ഇതേപോലെയാണ് പിന്നെ പടപ്പുകൾ പലരും. പക്ഷേ മേലായവൻ അങ്ങനെയല്ല. മേലായവൻ റഹ്മത്ത്, വിപുലമായ നാഥനാണ്. അത് അള്ളാഹുവിൻ്റെ സത്തയുടെ പ്രത്യേകതയാണ്. അള്ളാഹു റഹീമാണ്, അത് കനിയുന്നവനാണ്, കൊടുക്കുന്നവനാണ്. അപ്പോൾ കരുണ നിറഞ്ഞവനും കരുണ കനിയുന്നവനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ അനുഗ്രഹത്താൽ തുടങ്ങുന്നു എന്നാണ് ബിസ്മില്ല അതിൻ്റെ അർത്ഥം. എപ്പോഴാണ് ബിസ്മില്ലല്ലേ? അധികം യുവാക്കളാണ്. ആ നല്ല കാര്യങ്ങളിൽ പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടില്ലേ? അത് പറയും. ബിസ്മില്ല എപ്പോഴാണ് ബിസ്മില്ല? ഖുർആൻ ഓതുമ്പോൾ ബിസ്മില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്, റബ്ബിൻ്റെ നാമത്തിൽ ഓതാനാ പറഞ്ഞ്. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വസ്ത്രം ധരിക്കുമ്പോൾ പ്രത്യേകം ഉണ്ടോ? കത്ത് എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം സബയിലെ ബൽഖീസ് ബിന്ത് ഷറാഹീലിന് എഴുതിയ കത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പള്ളിയിൽ കയറുമ്പോൾ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക് അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാ മന്ത്രിക്കുമ്പോൾ ബിസ്മില്ലാ അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, അല്ലെങ്കിൽ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ 7 തവണ പറയാൻ പറഞ്ഞു. പിന്നെ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണ് എന്തുണ്ട്? ബിസ്മില്ലാ. പിന്നെ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ 3 പ്രാവശ്യം പറഞ്ഞിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ അങ്ങനെ പറയണം. പിന്നെ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറയണം ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ. പിന്നെ ഭാര്യൻ്റെ അടുത്ത് എപ്പോഴും ഭാര്യൻ്റെ അടുത്ത് എപ്പോഴും ഭാര്യനെ കാണുമ്പോൾ ബിസ്മില്ലാ അറിയണം. മൂപ്പര് പറഞ്ഞത് ശരിയാണ്, പക്ഷെ മൂപ്പർക്ക് പറയാനുള്ള മടിയോണ്ടാണ്. ഭാര്യയുമായിട്ട് നമ്മൾ ശയ്യയിൽ പ്രാപിക്കുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യയുമായിട്ട് ശയ്യയിൽ ശയിക്കേണ്ടത്. അത് മാഷാഅല്ലാഹ് ചെയ്യും. പിന്നെ ഉദു എടുക്കുമ്പോൾ ബിസ്മില്ലാ, കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ബിസ്മില്ലാ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹു വഇൻ അർസൽതഹു ഫഹ്ഫളുഹു ബിമാ തഹ്ഫളു ബിഹി ഇബാദക സാലിഹീൻ. ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂത്ത്, ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യ പ്രത്യേകം പറയപ്പെട്ടിട്ടുണ്ടോ? അല്ലാഹു അലം. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് വൈകുന്നേരം കഥ കടക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് കഥ കടക്കാൻ പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ പാത്രങ്ങൾ അടക്കുമ്പോൾ ബിസ്മില്ല എന്ന് പാത്രങ്ങൾ പറഞ്ഞിട്ട് പാത്രങ്ങൾ അടച്ചു വെക്കാൻ പറഞ്ഞു, മൂടി വെക്കാൻ പറഞ്ഞു. അതൊക്കെ ഇതിൽപ്പെട്ടതാണ്. പിന്നെ വൈകുന്നേരത്തിലുള്ള ദിക്റുകൾ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാ വഅലാ മില്ലത്തി റസൂലില്ലാ ഹദീസിൽ വന്നിട്ടുണ്ട്. ബിസ്മില്ല മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് വെക്കാൻ. വീട്ടിൽ നിന്ന് പുറത്തു പോകണ പറഞ്ഞല്ലേ? വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറയാൻ പറഞ്ഞു. ബിസ്മില്ല വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ട്, ഹദീസിലുണ്ട്. അത് പിന്നെ ഏതൊരു നല്ലതും ബിസ്മില്ല കൊണ്ട് തുടങ്ങുക എന്നുള്ളതുണ്ട്. പക്ഷേ അത്
പ്രത്യേകം പ്രത്യേകം പറഞ്ഞ സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അവിടെ പ്രത്യേകം പറയൽ എന്താണ്? പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ നമ്മൾ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അള്ളാഹു സൂറത്തുൽ ലുഖ്മാൻ ആരംഭിക്കുന്നത് അലിഫ് ലാം മീം തിൽക ആയാതുൽ കിതാബിൽ ഹകീം എന്നാണ് തുടങ്ങുന്നത്. എന്താണ് ഈ അലിഫ് ലാം മീം? നമ്മളത് പല സൂറത്തിലും നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഞാനത് പരത്തി പറയില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൽ എത്ര അധ്യായങ്ങളുടെ മുമ്പിലുണ്ട് ഇങ്ങനെ? ഇത് ഉണ്ടല്ലോ, അലിഫ് ലാം മീം എന്നുള്ളത് കേവലാക്ഷരങ്ങൾ കൊണ്ടുള്ളൊരു തുടക്കമാണ്. അലിഫ് ലാം മീം ഇതൊക്കെ എന്താണ്? കേവലാക്ഷരങ്ങളാണ്. അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയും. ഇങ്ങനെ തുടങ്ങുന്ന 29 സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. 29 സൂറത്തുകൾ. അറബി അക്ഷരങ്ങൾ എത്രയാണ് മൊത്തം? 28. അതിൽ എത്ര അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ കേവലാക്ഷരങ്ങളായി എത്ര അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്? എന്നൊക്കെ നിങ്ങളെ വട്ടം കറക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. നമ്മൾ കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും ആളുകൾക്കൊരു ഇതുണ്ടാവുള്ളൂ. 14 അക്ഷരങ്ങൾ, 29 സൂറകൾ. വിശുദ്ധ ഖുർആനിൽ മൊത്തം എത്ര സൂറത്തുകളാ? 114 സൂറത്തുകൾ. അതിൽ 29 സൂറത്തുകൾ തുടങ്ങുന്നത് ഇങ്ങനെ ഉണ്ടാ: അലിഫ് ലാം മീം, അലിഫ് ലാം റാ, അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം മീം റാ അല്ലേ? അതേപോലെ തന്നെ ഹാമീം, നൂൻ, ഖാഫ്, സ്വാദ്, യാസീൻ, ഇങ്ങനെ താഹ, ഇങ്ങനെ കാഫ് ഹാ യാ ഐൻ സ്വാദ്, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, മറിയം, സൂറത്ത് മറിയം. അതേപോലെ തന്നെ ഹാമീം ഐൻ സീൻ ഖാഫ്, ഇങ്ങനെ ഉണ്ടല്ലോ 29 സൂറകൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതുപോലെ കേവലാക്ഷരങ്ങൾ കൊണ്ട്. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? 14 അക്ഷരങ്ങൾ പറഞ്ഞില്ലേ? 28 അക്ഷരങ്ങൾ അറിയില്ല അറബിയിൽ. ഏതൊക്കെ അക്ഷരങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു നോക്കിയേ. അലിഫുണ്ട്, ലാമുണ്ട്, മീമുണ്ട് ഇല്ലേ? പിന്നെ റാ ഉണ്ട്, അലിഫ് ലാം റാ. പിന്നെ സ്വാദ് ഉണ്ട്, പിന്നെ സീനുണ്ട്, പിന്നെ നൂനുണ്ട്, അതെ, യാണ്ട്, ഹാണ്ട്, മീം ആമെന്നല്ലേ, താണ്ട്, പിന്നെ ഹാണ്ടോ? ഹാല്ലേ? താഹ, ഖാഫ്, കാഫ്. എത്രയായി? അതെ, ഐൻ അല്ലേ? 14, 14. ഇത്ര അക്ഷരങ്ങളാണ് ഈ ഇങ്ങനെയുള്ള ഈ തുടക്കങ്ങളിൽ വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ അലിഫ് ലാം മീം വന്നു. വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്തുൽ അലഖ്, രണ്ടാമത് ഇറങ്ങിയ സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലം ഉണ്ടോ? രണ്ടാമത് ഇറങ്ങിയ സൂറത്തിൽ തന്നെ ഈ പ്രയോഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഒരു തുടക്കം? ചില സൂറത്തുകൾ ഇങ്ങനെ തുടങ്ങി. കൂടുതൽ മക്കിയത്തായ സൂറത്തുകൾ, കൂടുതലും മക്കയിൽ അവതീർണമായ സൂറത്തുകളിലാണ് ഈ തുടക്കം വന്നിട്ടുള്ളത്. മദീനയിൽ ഇറങ്ങിയ സൂറത്തുകളിലും വന്നിട്ടുണ്ട്. മദീനയിലെ സൂറത്തിൽ എവിടെ വന്ന്? അൽ ബഖറയിൽ. അൽ ബഖറ സൂറത്ത് മദീനയിലാണ് ഇറങ്ങിയത്. പിന്നെ ആലു ഇമ്രാൻ മദീനയിലാണ് ഇറങ്ങിയത്. അൽ ബഖറ സൂറത്തും അതേപോലെ തന്നെ ആലു ഇമ്രാൻ സൂറത്തും മദനീയത്താണ്. അതിലും ഈ തുടക്കം. ബാക്കിയുള്ള സൂറത്തുകളൊക്കെ മക്കീയത്താണ്. അതിലൊക്കെ ഇങ്ങനെ ഈ കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതെന്തുകൊണ്ട്? പിന്നെ മാത്രമല്ല ഇതിൻ്റെ പാരായണം ഇപ്പം നമ്മൾ പിന്നെ സൂറത്തിൽ ഇൻഷിറാഹ് എന്ന് ഓദിക്കെ. നിങ്ങൾ സൂറത്തിൽ ഇൻഷിറാഹ് ഓദിക്കെ. സൂറത്തു ഷറാഹ് ഇങ്ങനെ ഓത്. അലം നശ്റഹ് ലക സദ്റക് അല്ലേ? അങ്ങനെ ഉണ്ടാ. ഈ അലം, ഇതിൻ്റെ എഴുത്തും ഈ അലം ഉണ്ടല്ലോ, ഇതും നോക്കിയേ എഴുത്തിൽ ഒരുപോലെ അല്ലേ? ഓക്കെ, അലിഫ് ലാം മീം. ഇത് ഓതുന്നത് നമ്മൾ അലം എന്നാണ്.
അക്ഷരങ്ങളെയാണ് ഓതുന്നത്, അക്ഷരങ്ങളെയാണ് ഓതുന്നത്. എന്നാൽ ഇത് ഓതുന്നത് അക്ഷരങ്ങളെയല്ല, പിന്നെ അക്ഷരങ്ങളുടെ പേരുകളെയാണ്. ഇത് അക്ഷരങ്ങളെ ഓതുന്നു, എന്നാൽ ഇത് അക്ഷരങ്ങളുടെ പേര് ഓതുന്നു. എങ്ങനെ ഓതണ ഇത്? അലിഫ് ലാം മീം ഉണ്ടല്ല. ഈ അലം നമ്മൾ ഓതിയില്ലേ, ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് അലിഫ്, ഇതിന്റെ പേര് ലാം, ഇതിന്റെ പേര് മീം. നോക്കി നിങ്ങൾ, ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ ഈ സൂറത്തുകളിൽ നമ്മൾ ഓതുന്നത് അക്ഷരങ്ങളെയല്ല, പിന്നെ ഓതുന്നത് അക്ഷരങ്ങളുടെ പേരുകളെയാണ് ഓതുന്നത്. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? പേരുകളാണ്. അലിഫ് ലാം മീം എന്നാണ് ഓതുന്നത്. അതിൽ ആ ഓത്തിൽ തന്നെ വേറൊരു വ്യക്തത, ഈ അക്ഷരങ്ങളുടെ പേരുകളാണ് ഓതുന്നത് എങ്കിൽ ഓതേണ്ടത് അലിഫുൻ ലാമുൻ മീമുൻ ഇങ്ങനെ ഓതേണ്ടത്. അലിഫുൻ ലാമുൻ മീമുൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. പക്ഷെ അങ്ങനെയല്ല ഓതേണ്ടത്. പിന്നെയോ അലിഫ് ലാം മീം എന്നാണ്. അപ്പോൾ അക്ഷരങ്ങളെ ഓതാതെ അക്ഷരങ്ങളുടെ പേര് ഓതുന്നു. ആ പേര് ഓതുന്നത് തന്നെ സാധാരണ ഓതുന്ന പോലെയല്ല. പിന്നെയോ അലിഫുൻ എന്നോതാതെ അലിഫ് ലാം ഇങ്ങനെയാണ് ഓതുന്നത്. ഈ തുടക്കം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള തുടക്കങ്ങൾ അത് ശരിക്ക് ഒരു മഹാത്ഭുതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഈ തുടക്കത്തിൽ അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയെ, അമാനുഷികതയെ, മുഅ്ജിസത്തിനെ ശരിക്കും ദ്യോതിപ്പിക്കാനാണ് ഈ ഒരു തുടക്കം ഇങ്ങനെ ചില സൂറത്തുകൾ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അർത്ഥമാക്കുന്നത് എന്താണ്? അതിൽ വല്ല പൊരുളുണ്ട് എന്നുള്ളതാക്കി ഇത്, അതിൽ സംശയമൊന്നുമില്ല, പൊരുളുണ്ട് എന്നുള്ളതിൽ. പക്ഷെ ആ പൊരുൾ അത് എന്ത്? അതിൽ കുറേ ചർച്ചകൾ കാണാം, കുറേ അഭിപ്രായങ്ങൾ, അതൊക്കെ സുന്ദരമായ കുറേ വിഷയങ്ങളാണ്. ആകത്തുക ചിലർ പറഞ്ഞു ഇത് ഉണ്ടല്ലോ, ഇത് ചില റംസുകളാണ്. റംസ് എന്ന് പറഞ്ഞാൽ എന്താ? റംസറ നമ്മൾ റുമൂസ്, റംസ് എന്ന് പറയും, സിമ്പലുകൾ. ചിലർ പറഞ്ഞില്ല, ഇത് ചില പേരുകളെയാണ് അറിയിക്കുന്നത്. ചിലർ പറഞ്ഞില്ല, ഇത് ഖസമിനെയാണ് അറിയിക്കുന്നത്. ഖസം മലക ഇതെന്താ? ഖസം എന്ന് പറഞ്ഞാൽ എന്താ? സത്യം. അപ്പോൾ ചിലർ പറഞ്ഞു ഇത് ചില റംസുകളാണ്. റംസ് എന്ന് പറഞ്ഞാൽ ചില സിമ്പലുകൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ, ഇത് തന്നെ അലിഫ് തന്നെ, ലാം തന്നെ, മീം തന്നെ ഉണ്ടല്ലോ, ഇതൊക്കെ ഓരോന്നിൻ്റെ സിമ്പലുകളാണ്. അലിഫ് എന്ന് പറഞ്ഞെങ്കിൽ അത് അള്ളാഹിനെയാണ് അറിയിക്കുന്നത്, അള്ളാഹിനെ അറിയിക്കാനുള്ള ഒരു അടയാളാണ്. ലാമ് മലക്കുകളെ അറിയിക്കാനാണ്. മീമു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കാനാണ്. ഇങ്ങനെ ഇത് ഈ റംസ് എന്ന് പറയുമ്പോൾ ആ റംസ് ഏതിൻ്റെ റംസ്? വളരെ അഭിപ്രായങ്ങളാണ്. ചിലർ പറഞ്ഞില്ല, ഇത് പേരുകളാണ്. ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങണമൊക്കെ എന്താണ്? പേരുകളാണ്. അലിഫ് ലാം മീം എന്നുള്ളതൊരു പേരാണ്. അപ്പോൾ അത് ആർക്ക് പേര്? ചിലർ അള്ളാഹ്ക്ക് പേര്, ചിലവന് സൂറത്തിൻ്റെ പേര്, ചിലർ പറഞ്ഞ് വേറെ പേരുകൾ പറഞ്ഞ്, ഇപ്പോൾ താഹ, യാസീൻ, ഇതൊക്കെ പേരുകളാണ്. ഇങ്ങനെ പറഞ്ഞ്, അപ്പോൾ അത് ആർക്ക് പേര്? അതിൽ കുറേ അഭിപ്രായങ്ങൾ. ചിലർ പറഞ്ഞ് ഇത് ഖസം എന്താ? സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു സൂറത്തിനെ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അള്ളാഹു സത്യം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതൊരു സത്യമാണ്. ആ സത്യത്തെ തുടർന്നാണ് ഈ സൂറത്തിൻ്റെ ആരംഭം. ഇത് സത്യമാണ്, അലിഫ് ലാം മീം എന്നുള്ളത് സത്യമാണ്. എന്നിട്ട് അള്ളാഹു സത്യം ചെയ്തിട്ട് പറയുന്നത് തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം. മനസ്സിലായത്? ഈ റംസാണ്, ഇസ്മാണ്, ഖസമാണ്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള മൊത്തത്തിൽ അതിൻ്റെ വകുപ്പുകൾ പറഞ്ഞത്. ഈ വകുപ്പുകളിൽ പിന്നെ ഏതിൻ്റെ റംസ്, ഏതിൻ്റെ പേര്, സത്യം അതെങ്ങനെ, അതിലൊക്കെ കുറേ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ ഇതിൽ പഠനം നടത്തിയ കാണാൻ സാധിക്കും. കാരണം ഇതെന്ത് എന്നതിൽ എന്തില്ല, ഒരു വ്യക്തമായ ടെക്സ്റ്റ് വന്നില്ല എന്നതിനാൽ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ല ഇനിയിപ്പോൾ നമ്മളിവിടെ ഈ യഖീനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിൽ കൂടുതൽ ഒരു വ്യക്തത വരും. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അതിൽ
ആളുകൾക്ക് സന്മാർഗം സിദ്ധിച്ച് നേർവഴി പ്രാപിച്ച് സ്വർഗത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ വ്യക്താക്കിയിട്ടുണ്ട്. ഒരാൾക്ക് നന്നാവാനും നേർവഴി പ്രാപിക്കാനും സ്വർഗം പ്രാപിക്കാനും വേണ്ടതോ അതൊക്കെ എന്തുണ്ട്, വ്യക്തമായ വചനങ്ങളുണ്ട് അല്ലേ. ഫി ആയാത്തുൻ മുഹ്കമാത്ത്, ഇതിൽ മുഹ്കമത്തുകളായ ആയത്തുകളുണ്ട്. വഫീഹി മുത്തശാബിഹാത്ത്, വിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ട് മുത്തശാബിഹാത്ത് ആയ ആയത്തുകളുണ്ട്. മനസ്സിലായില്ലേ? അതിൻ്റെ ഉദ്ദേശം പൊരുൾ എന്ത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമല്ല. അങ്ങനത്തെ വചനങ്ങളും ഉണ്ട്. പക്ഷേ മനുഷ്യന് നന്നായി ജീവിച്ച് സ്വർഗം നേടാൻ വേണ്ടതെന്തോ അതൊക്കെ എന്തുണ്ട്, സുവ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് ആണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഞാനത് നമ്മൾ എപ്പോഴും നമുക്ക് പല സൂറത്തുകളിലും വരുന്നതുകൊണ്ട് ഞാനത് ഇത് വിശദീകരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ചില കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് ഒരു തുടക്കം ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ചില പ്രാമാണികർ പറഞ്ഞതെന്താ അറിയോ, ഈ അലിഫ് ലാം മീം പോലുള്ളതായ ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് അള്ളാഹു തുടങ്ങിയത്, ഇത് ശരിക്ക് ഈ വചനങ്ങളെ കളവാക്കുന്നവരും കളിയാക്കുന്നവരാണ് ആര്? ഇതിൻ്റെ പ്രഥമ അഭിസംബോധിതർ മക്കാർ ഇതിനെ കളിയാക്കുന്നവരാണ്. ഇത് വ്യാജമാണ് എന്ന് പറയുന്നവരാണ്. ഇത് കവിതയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരാണ്. അതേപോലെ തന്നെ ഇത് ജ്യോത്സ്യൻ്റെ മന്ത്രോച്ചാരണമാണെന്ന് പറയുന്നവരാണ്. ഇത് ഭ്രാന്തൻ്റെ വർത്തമാനം എന്ന് പറയുന്നവരാണ്. നഊദു ബില്ലാഹ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് ആരാ ഈ പറയുന്നത്? നന്നായി അറബി അറിയുന്നവർ, അറബി ഭാഷ സംസാരിക്കുന്നവർ, അറബി ഭാഷയിൽ സാഹിത്യകാരന്മാർ, അറബി ഭാഷയിൽ ഗദ്യത്തിലും പദ്യത്തിലും പ്രാവീണ്യർ, മക്കാർ പറയാണ് ഇതിനെക്കുറിച്ച് വ്യാജമായ വിശേഷണങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ചില തുടക്കങ്ങൾ നൽകിയിട്ട് അവരോട് പറയാണ്, നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങളുടെ ഗദ്യ സാഹിത്യത്തെ നിങ്ങൾ സൃഷ്ടിക്കുന്ന, നിങ്ങളുടെ പദ്യ സാഹിത്യങ്ങളെ നിങ്ങൾ സൃഷ്ടിക്കുന്ന അക്ഷരങ്ങളേതാ? അറബി അക്ഷരങ്ങളാണ്. അപ്പോൾ അറബി അക്ഷരങ്ങൾ നിങ്ങൾ സംസാരിക്കാനും സാഹിത്യരചന നടത്താനൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതായ അറബി അക്ഷരങ്ങൾ, ആ അറബി അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് ഘടിപ്പിക്കപ്പെട്ടതാണ് ഈ പ്രയോഗങ്ങളൊക്കെ, ഈ സൂക്തങ്ങൾ, ഈ സൂറകൾ. അതുകൊണ്ട് അള്ളാഹു ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിശുദ്ധ ഖുർആനെ കളവാക്കിയവരെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇതുപോലത്തത് കൊണ്ടുവരാൻ. ആ വെല്ലുവിളി അവരുടെ ഉള്ളിൽ തറക്കാൻ വേണ്ടിയിട്ട്, വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിലുള്ള വെല്ലുവിളി ഉള്ളിൽ തറക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചില തുടക്കങ്ങൾ നടത്തിയത്. നിങ്ങൾ പറയുന്ന അറബി അക്ഷരങ്ങളാണിത്, അലിഫ് ലാം മീം അല്ലേ? ആ അക്ഷരങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ സൂക്തങ്ങൾ. ഇത് കളവാണ് എങ്കിൽ, ഇത് വ്യാജമാണ് എങ്കിൽ, ഇത് കവിതയാണ് എങ്കിൽ, ഇത് ഭ്രാന്തൻ്റെ വർത്തമാനമാണ് എങ്കിൽ, ഇതിന് തുല്യമായി നിങ്ങൾ കൊണ്ടുവരി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നിഷേധികളെ അന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു വെല്ലുവിളിയുടെ ആമുഖമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നതാണ് ചില സൂറകൾ. അതിൻ്റെ തുടക്കത്തിൽ ഈ കേവലാക്ഷരങ്ങൾ എന്നാണ് പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അലിഫ് ലാം മീം എന്ന് തുടങ്ങി പിന്നെ പറയുന്നത് തിൽക ആയാതുൽ കിതാബിൽ ഹകീം. ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങി ഏത് സൂറത്തുണ്ടോ അതിനെ തുടർന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലേക്കായിരിക്കും ചൂണ്ടുക, വിശുദ്ധ ഖുർആനെ കുറിച്ചായിരിക്കും പരാമർശിക്കുക, ഒന്നുകിൽ വ്യക്തമായി അല്ലെങ്കിൽ വ്യംഗ്യമായി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്താ പറഞ്ഞേ? ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് ഏത് സൂറത്ത് തുടങ്ങിയിട്ടുണ്ടോ അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയൽ ആരെ കുറിച്ചായിരിക്കും? ഖുർആനെ കുറിച്ചായിരിക്കും. ഒന്നുകിൽ വ്യക്തമായി, ഒന്ന് ഉദാഹരിച്ചാണ്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ. ദാലിക്കൽ കിതാബ് ആരാ? വിശുദ്ധ ഖുർആനാണല്ലേ. പിന്നെ ഹാമീം തൻസീലുൽ കിതാബ്, ഇങ്ങനെ ഹാമീം സൂറത്തുകൾ. യാസീൻ വൽ ഖുർആനിൽ ഹകീം. താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ക. കണ്ടോ ഇങ്ങനെ ഒന്നുകിൽ വ്യക്തമായി അല്ലെങ്കിൽ വ്യംഗ്യമായി. പിന്നെ വിശുദ്ധ ഖുർആനായിരിക്കും. കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. അവിടെ വ്യംഗ്യമായിട്ടാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. പിന്നെ നിന്റെ നാഥൻ സക്കരിയ എന്ന ദാസന് നൽകിയ റഹ്മത്ത്, അതിനെക്കുറിച്ചുള്ള പരാമർശമാണ്.
ആര്? ഈ വിശുദ്ധ ഖുർആൻ വ്യംഗ്യമായിട്ടാണ് ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒന്നുകിൽ വ്യക്തമായി, എല്ലാ വചനങ്ങളും ഏറെക്കുറെ വ്യക്തമാണ്, കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഖുർആനെ കുറിച്ചാണ് പറയാം. ചില സൂറത്തുകളിൽ വ്യംഗ്യമായിട്ടാണ്, സൂറത്തുൽ മറിയം പോലുള്ളതായ സൂറത്ത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ത്, ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ട് അള്ളാഹു എന്ത് ചെയ്യാണ്, ഈ ഖുർആന്റെ പ്രത്യേകത പറയുന്നത് ഇത് അറബി ഭാഷയിലാണ്. ഈ അറബി ഭാഷ ഈ അക്ഷരങ്ങൾ പെറുക്കി സംസാരിക്കുന്നവരുടെ ഭാഷയാണ്. എന്നിട്ട് അവർ പറയാണ് ഇത് വായിച്ചിട്ട് ഇത് കള്ളാണ്, ഇത് വ്യാജമാണ്, ഇത് കെട്ടിയുണ്ടാക്കിയതാണ്, ഇത് ഭ്രാന്തന്റെ വർത്താനാണെന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയിലാണല്ലോ ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരും എന്നവരെ വെല്ലുവിളിക്കാനാണ് എന്നാണ് ഇതിൽ പറയുന്നത്. തയ്യും തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം. എന്താ തിൽക എന്ന് പറഞ്ഞാൽ എന്താ? ഇത്, ഇവ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം. തിൽക എന്നതിൽ നമ്മൾ അർത്ഥം പറഞ്ഞപ്പോൾ എന്തിൻ്റെ അർത്ഥം പറഞ്ഞു? തിൽക്കയുണ്ട്, ഹാദിഹി ഉണ്ട്. ഹാദിഹി എന്താ? ഹാദിഹി ഇത്, അടുത്തേക്ക് ചൂണ്ടാൻ ഹാദിഹിയാണ്, ദൂരത്തേക്ക് ചൂണ്ടാൻ തിൽക്കയാണ്. ഇത് സ്ത്രീലിംഗം, അതിൻ്റെ പുല്ലിംഗം എന്താ? ഹാദ. ഇത് ദൂരത്തേക്ക് ചൂണ്ടാൻ ദാലിക അല്ലേ? തിൽക്ക ദാലിക, ഇത് പുല്ലിംഗാണ്, ഇത് സ്ത്രീലിംഗാണ്. ഹാദിഹി ഹാദ, ഇത് അടുത്തേക്ക് ചൂണ്ടാനാണ്. ഇതിൽ തീ, പിന്നെ ലാമ്, കഫ്. തീയാണ് എന്ത്? അത് അല്ലെങ്കിൽ ഇത്, ഇസ്മുൽ ഇഷാറ. ലാമാണ് ദൂരത്തേക്ക് എന്നുള്ളതിനെ അറിയിക്കുന്നത്. കാഫ് ആരോടാണ് ഇത് പറയുന്നത്? അവനെ ദ്യോതിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് പ്രഥമമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്ന് ഉമ്മത്തികൾ. അവിടെ തിൽക്ക, ഇത് കുറേ ആളുകളെ ഉദ്ദേശിച്ചാണെങ്കിൽ തിൽക്കും എന്നാ പറയുക. തിൽക്കും രണ്ടുപേരെ ഉദ്ദേശിച്ചാണെങ്കിൽ തിൽക്കുമ എന്നാ പറയുക. നമ്മൾ സുഹൃത്ത് യൂസുഫിൽ പറഞ്ഞില്ലേ, ദാലികുന്ന ഫദാലികുന്നല്ലദി ലുംതുന്നനി ഫി, ദാലികുന്ന ഉണ്ടോ? ദാലികുന്ന എന്ന് പറഞ്ഞത് അവിടെയൊക്കെ സ്ത്രീകളോടാണ് അവിടെ അഭിസംബോധന. അപ്പോൾ ഈ കാഫ് ആരോട് അഭിസംബോധന ചെയ്യുന്ന അയാളെ അറിയിക്കാനാണ്. ലാമ് വിദൂരതയെ അറിയിക്കാനാണ്. ഇവിടെ ഈ തീ ആണെന്ത്? ഇത്, അത് എന്നുള്ളത് അല്ലെങ്കിൽ ഇത് എന്നുള്ളതിനെ ദ്യോതിപ്പിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞത് തിൽക എന്നുള്ളത് ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ്, വിദൂരത്തേക്ക് ചൂണ്ടാനാണ്. അത് ആയാത്തുൽ കിതാബിൽ ഹക്കീം, ഹക്കീമായ കിതാബിൻ്റെ ആയത്തുകളാകുന്നു എന്നാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അതല്ല. പിന്നെയോ ഏതാ? ഇതാണ്, ഈ വചനങ്ങളാണ്. തിൽക, ഇവിടെ ഹാദിഹി പ്രയോഗിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിൽക പറഞ്ഞു. അതെന്തിന്? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി, ഈ വചനങ്ങളുടെ മഹത്വത്തെ ഉണ്ടല്ലോ ദ്യോതിപ്പിക്കാൻ വേണ്ടി. ചില ആളുകൾ എന്ത് ചെയ്യും, ഇപ്പം ഈ കുറേ നിരീശ്വര നിർമ്മതവാദികളും ഈ എമുക്കളുണ്ടല്ലോ, അവരൊക്കെ ഇത് പഠിപ്പിക്കാൻ നടക്കുന്നുണ്ട്. ഭാഷയോ വ്യാകരണമോ പിന്നെ ഭാഷയുടെ പ്രത്യേകതകളോ ഒന്നും വശമില്ലാത്ത ആളുകളാണ് ഇമ്മാരി ഓരോന്നിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകളും അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അറബി ഭാഷയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഈ മുന്തിപ്പിക്കൽ, പിന്തിപ്പിക്കൽ, മനസ്സിലായി, ഇങ്ങനത്തെ വിഷയങ്ങൾ, അതിൻ്റെയൊക്കെ യുക്തി പോലും വളരെ വലിയ ഒരു വിഷയമാണ്. ഹാദിഹി എന്ന് പറയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയേണ്ടടുത്ത് തിൽക എന്ന് പറഞ്ഞെങ്കിൽ ആ പറയപ്പെട്ട വിഷയം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അതിനൊരു പ്രാധാന്യവും സ്ഥാനവും ഉണ്ട് എന്നുള്ളത് അറിയിക്കാനാണ്. അറബിയിൽ അങ്ങനെ പ്രയോഗിക്കും. അപ്പോൾ ഇവിടെ ഹാദിഹി പ്രയോഗിക്കേണ്ടടുത്ത് അള്ളാഹു തിൽക പ്രയോഗിച്ചു. ഈ വചനങ്ങളുടെ മഹത്വം, അതിൻ്റെ സ്ഥാനം അതാണ് അറിയിക്കുന്നത്. അതറിയിക്കാനാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്. തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം, അൽ ഹക്കീമായ കിതാബിൻ്റെ ആയത്തുകളാകുന്നു ഇവ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആയത്തുകൾ അല്ലേ? നമുക്ക് രണ്ട് തരം ആയത്തുകളുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ രണ്ടുണ്ട്. ഒന്ന് എന്താ? മഷ്ഹൂദത്തുൻ മഖ്റൂഅ അല്ലേ, അല്ലെങ്കിൽ പിന്നെ മസ്മൂഅത്തുൻ മഖ്റൂഅ, പാരായണം ചെയ്യപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ ആയത്തുകൾ, അതാണ് ഇത്. പിന്നെ ഒന്ന് മറ്റൊരു ആയത്ത് എന്താണെന്നറിയോ? അത് മർഇയത്തുൻ മഷ്ഹൂദയാണ്.
കാണപ്പെടുന്ന നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതായ ആയത്തുകളാണ്. സൂര്യനും ചന്ദ്രനും എന്താ? ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ല എന്ന് പറഞ്ഞത്. അള്ളാൻ്റെ ആയത്തുകളിൽ 2 ആയത്തുകളാന്ന് പറഞ്ഞത്. ആ ആയത്ത് ഏതും ഈ ആയത്ത് ഒരുപോലെ. ഈ ആയത്ത് പാരായണം ചെയ്യപ്പെടാനുള്ള ആയത്താണ് അല്ലേ? ആ ആയത്തുകളോ നമുക്ക് ദർശിക്കാനുള്ള ആയത്തുകളാണ്. അള്ളാഹ്ക്ക് ഈ ദുനിയാവിൽ ഉലകത്തിൽ 2 കിതാബുണ്ട്. 2 കിതാബ്. ഒരു കിതാബ് ഈ ആയത്തുകളെ ഉൾക്കൊണ്ട കിതാബാണ്. ആ ആയത്തുകൾ നമ്മൾ ഓതാനാണ്, നമ്മൾ പഠിക്കാനും അറിയാനുമാണ്. 2ാമത്തെ കിതാബ് അള്ളാഹുവിൻ്റേത് ഈ ഉലകമാണ്, കൗൻ, ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചമാകുന്ന കിതാബിൽ അതിലുള്ള ആയത്തുകളാണ് എന്തിപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികൾ, കരയും കടലും തുടങ്ങി ഈ ഉലകത്തിലെ അള്ളാഹുവിൻ്റെ അത്ഭുത സൃഷ്ടികൾ. ഇവിടെ ഏതായത്ത? തിൽക്ക ആയത്ത് എന്ന് പറയുമ്പോൾ ഏതായത്ത? ഈ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ഈ കിതാബിലുള്ള പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ. തിൽക്ക ആയാത്തുൽ കിതാബി അൽ ഹക്കീമി, അൽ ഹക്കീമായ കിതാബിൻ്റെ ആയത്തുകളാകുന്നു ഇവ. എന്താ ഈ ഹക്കീമായ കിതാബ്? ഹക്കീമായ കിതാബ് എന്താ? ഹിക്മത്തുള്ള. ഹക്കീം എന്ന് പറയുമ്പോൾ നമുക്ക് ഹാക്കിം എന്ന അർത്ഥത്തിൽ വരും. ഹക്കീം എന്താ? വിധിക്കുന്നവൻ, തീരുമാനിക്കുന്നവൻ. ഹക്കീം എന്ന് പറയും ഹിക്മത്തുള്ള എന്നർത്ഥത്തിൽ. ഹക്കീം എന്ന് പറയും മുഹ്കം എന്ന അർത്ഥത്തിൽ. ഈ മുഹ്കം എന്ന് പറഞ്ഞെങ്കിലുണ്ടല്ലോ, ഭദ്രം, സുരക്ഷിതം എന്നാണ് അർത്ഥം. മുഹ്കം എന്ന് പറഞ്ഞാൽ ഭദ്രം, സുരക്ഷിതം. ഈ കുതിരക്ക് കടിഞ്ഞാണിട്ടാൽ ഇതല്ല, ആ കടിഞ്ഞാണിന് മുഹ്കം എന്ന് പറയും. എന്താ? കുതിരക്ക് കടിഞ്ഞാണിട്ടിട്ടുണ്ടെങ്കിൽ എന്തായി? പിന്നെ അതിനെ പിടിച്ചാൽ കിട്ടും. അത് തെറിച്ചാൽ വലിക്കാം, നിർത്താം. അത് ചാടുമ്പോൾ അതിനെ നിയന്ത്രിക്കാം. അങ്ങനെയുള്ള കുതിരകളെ, ഈ കടിഞ്ഞാണിട്ട് കുതിരകളെ കുറിച്ച് ഈ മുഹ്കം എന്ന് പറയും. വിശുദ്ധ ഖുർആൻ മുഹ്കമാണ്. എങ്ങനെ മുഹ്കമാണ്? ഖുർആൻ സുരക്ഷിതവും ഭദ്രവുമാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എന്തില്ല? നഖ്സ്, കുറവ് വരില്ല. ഖുർആനിൽ ഖലൽ വരില്ല. ഈ ഖലൽ എന്താ? അപാകതകൾ വരില്ല, പോരായ്മകൾ വരില്ല. വിശുദ്ധ ഖുർആനിൽ ഇഖ്തിലാഫ് വരില്ല. എന്താ ഇഖ്തിലാഫ്? അഭിപ്രായ വ്യത്യാസങ്ങൾ വരില്ല. വിശുദ്ധ ഖുർആനിൽ തനാഖുൽ വരില്ല. തനാഖുൽ എന്താ? തനാഖുൽ പരസ്പര വൈരുദ്ധ്യം വരില്ല. വിശുദ്ധ ഖുർആനിൽ ഫസാദ് വരില്ല, അപകടങ്ങൾ വരില്ല. വിശുദ്ധ ഖുർആനിൽ ഖെദിബ് വരില്ല, കളവ് വരുന്നതിൽ നിന്ന്, ഫസാദ് സംഭവിക്കുന്നതിൽ നിന്ന്, വൈരുദ്ധ്യം വരുന്നതിൽ നിന്ന്, വ്യത്യാസങ്ങൾ വരുന്നതിൽ നിന്ന്, കുറവുകൾ വരുന്നതിൽ നിന്ന്, അപാകതകൾ വരുന്നതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ എന്താണ്? മുഹ്കമാണ്. മുഹ്കം എന്ന് പറഞ്ഞാൽ എന്താ? സുരക്ഷിതമാണ്, സുഭദ്രമാണ്. അതാണ് അൽ കിതാബിൽ ഹക്കീം എന്ന് വിശുദ്ധ ഖുർആനെ വിശേഷിപ്പിക്കാൻ കാരണം. ഹക്കീമായ കിതാബാണ്, അതിൻ്റെ ആയത്തുകളാണ് ഈ വകൾ എന്നാണ് പറയുന്നത്. പിന്നെ വിശുദ്ധ ഖുർആൻ ഹിക്മത്തുള്ള കിതാബാണ്, ദുൽ ഹിക്മ അല്ലേ? വിശുദ്ധ ഖുർആൻ ഹിക്മത്ത് ഉണ്ടോ? വിശുദ്ധ ഖുർആനിൽ ഹിക്മത്ത് ഉണ്ടോ? അക്കീത് ഹിക്മത്ത് ഉണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏത്? സൂറത്തുൽ ലുഖ്മാൻ. എന്തുകൊണ്ട്? അതെന്തുകൊണ്ട്? വലഖദ് ആതൈന ലുഖ്മാനൽ ഹിക്മ, നാം ലുഖ്മാൻ എന്നവർക്ക് ഹിക്മത്തിന് നൽകി. ആ ഹിക്മത്താണ് ഈ സൂറത്തിൻ്റെ പ്രധാന വിഷയം. ലുഖ്മാൻ മകനെ വിളിച്ച് നൽകിയ ഉപദേശങ്ങളൊക്കെ അല്ലേ? വലഖദ് ആതൈന ലുഖ്മാനൽ ഹിക്മത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ ഹിക്മത്ത് ഈ സൂറത്തിലുണ്ട്, നമ്മൾ ഇനി പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഹിക്മത്തുള്ള കിതാബാണ്. അത് ഈ സൂറത്തിലും ലുഖ്മാൻ എന്നവരുടെ ഹിക്മത്തിലും പരിമിതമല്ലേ? വിശുദ്ധ ഖുർആനിൽ ധാരാളം യുക്തിജ്ഞമായ പൊരുളുകൾ ഉള്ള കുറേ വിഷയങ്ങൾ, ധാരാളം വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഹിക്മത്തുള്ള കിതാബ് എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത്. പിന്നെ വിശുദ്ധ ഖുർആൻ ഹാക്കിമാണ്. ഹാക്കിം എന്താ? വിധികർത്തൃത്വം നിർവഹിക്കും. യഹ്കുമു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുർആൻ വിധിക്കും എന്ന് അല്ലാഹ് പറഞ്ഞില്ലേ. ഹലാൽ ഹറാം വിശുദ്ധ ഖുർആൻ വിധിക്കൂല്ലേ? ഷർറും ഖൈറും വിധിക്കൂല്ലേ? സൗഭാഗ്യത്തിന് വേണ്ടതെന്തോ നാശം വരുത്തുന്നതെന്തോ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വിധിക്കൂല്ലേ? അപ്പോൾ വിശുദ്ധ ഖുർആൻ ഈ ഹലാലിനെയും ഹറാമിനെയും ഖൈറിനെയും ഷർറിനെയും ഒക്കെ വിധിക്കുന്ന കിതാബാണ്. വിധിച്ച് വേർതിരിച്ച് തരുന്ന കിതാബാണ്. ഏതായാലും അതിനാലൊക്കെയാണ് വിശുദ്ധ ഖുർആനെ എന്ത് വിശേഷിപ്പിച്ചത്? അൽ ഹക്കീം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ തിൽക ഇവകൾ ആയാത്തുൽ കിതാബ്, കിതാബിൻ്റെ ആയത്തുകളാവുന്നു. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ എല്ലാ കിതാബും അല്ല, പിന്നെയോ ഈ കിതാബാണ്. ഈ കിതാബ് ഏതാണ്? വിശുദ്ധ ഖുർആൻ. അപ്പം വിശുദ്ധ ഖുർആൻ ആകുന്ന കിതാബിലെ ആയത്തുകളാകുന്നു ഇവ. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അൽ ഹക്കീം, അത് സുഭദ്രമായ ഹിക്മത്തുള്ള വിധിക്കുന്ന കിതാബാണ്. അങ്ങനെയുള്ള കിതാബിൻ്റെ ആയത്തുകളാകുന്നു ഇവ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തയ്യിബ്, ഈ കിതാബ് ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ എന്നാണ്. അല്ലെങ്കിൽ ഈ ആയത്തുകൾ അതെന്താണ്? ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ. ഇതിനെ ഹാൽ എന്നാണ് പറയുക വ്യാകരണ പ്രകാരം. അത് ഹുദയായ നിലക്ക്, റഹ്മത്തായ നിലക്ക്. ആർക്ക്? ലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക്. എന്താ പറഞ്ഞേ ഇവിടെ? പിന്നെ ഹുദൻ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് ആയ നിലക്ക്, സന്മാർഗമായ നിലക്ക്. റഹ്മത്തൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തായ നിലക്ക്. ഈ ആയത്തുകളുടെ അവസ്ഥ പറയാണ്, ഹാല് പറയാണ്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അത് ഹുദയാണ്. ഹുദ എന്ന് പറഞ്ഞാൽ വലാലത്തിൽ നിന്ന്, വഴികേടിൽ നിന്ന് സന്മാർഗം, വഴികേടിൽ നിന്ന് സന്മാർഗം പ്രാപിക്കുവാനുള്ള ആയത്തുകളാണ്. അതിന് ആ അവസ്ഥയിലുള്ള വചനങ്ങളാണ്. പിന്നെ റഹ്മത്തൻ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അദാബിൽ നിന്ന് റഹ്മത്ത്, അദാബിൽ നിന്ന് രക്ഷപ്പെട്ട് റഹ്മത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താനുള്ള ആയത്തുകളാണ് ഈ ആയത്തുകൾ. ആളുകൾക്ക് സന്മാർഗം, വഴികേടിൽ നിന്ന് രക്ഷപ്പെടാൻ, അതേപോലെ ആളുകൾക്ക് റഹ്മത്ത്, അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഖനിയുന്ന, സമ്മാനിക്കുന്ന ആയത്തുകളാകുന്നു ഇവ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ്റെ സന്മാർഗ ദർശനവും വിശുദ്ധ ഖുർആൻ്റെ റഹ്മത്തും അത് ആർക്കാ? അതിലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്കാ. മുഹ്സിനീങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ്റെ ഹുദ കിട്ടൂ, ഫലിക്കൂ. അതേപോലെ വിശുദ്ധ ഖുർആനാകുന്ന റഹ്മത്ത് അത് ലഭിക്കുക, ഫലിക്കുക മുഹ്സിനീങ്ങൾക്കാണ്. അപ്പോൾ ആരാണ് മുഹ്സിൻ? ആരാ മുഹ്സിൻ? മുഹ്സിനീൻ ആര് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുത്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ശരിയാണ്. അപ്പോൾ അല്ലിൽ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ കുറേ തപ്പി പോകേണ്ട കാര്യമല്ലല്ലേ. അല്ലദീന, മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയുള്ളവരാണ്? യുഖീമൂന സ്വലാ, അവർ നിസ്കാരം യഥാവിധം നിലനിർത്തുന്നു. വയുത്തൂന സക, അവർ സകാത്ത് നൽകുന്നു. വഹും, അവർ ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ആഖിറത്തിൽ അവർ യഖീനുള്ളവരാണ്. ഇന്ന് കുറച്ച് പറയേണ്ട ഒരു വിഷയമാണ് ഇതിൽ. മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ ഇവരും മാത്രം അല്ല. മുഹ്സിൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താ? ഇഹ്സാൻ, അൽ ആമിലു ലിൽ ഹസനാത്ത് എന്നാണ്. അൽ ആമിലു ലിൽ ഹസനാത്ത് പറഞ്ഞേ. ആമിൽ എന്നാണ് എന്താ? പ്രവർത്തിക്കുന്നവൻ. എന്ത് പ്രവർത്തിക്കുന്നവൻ? ലിൽ ഹസനാത്ത്, ഹസനാത്ത് പ്രവർത്തിക്കുന്നവൻ എന്നാണ്. ഹസനത്തുകൾ പ്രവർത്തിക്കുന്നവനാണ് ആര്? മുഹ്സിൻ. പിന്നെ ഒരു മുഹ്സിൻ്റെ നിർവചനമുണ്ട്. അതെന്താ? ഇഹ്സാൻ ഉണ്ടല്ലോ. ഇഹ്സാൻ എന്ന് പറഞ്ഞെങ്കിൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. ആ ബോധ്യത്തിൽ നീ നിസ്കരിക്കണമെന്നാണ്. ചില നിവേദനങ്ങളിൽ അൻ തഖ്ഷല്ല, നീ അള്ളാഹിനെ പേടിക്കണമെന്നാണ്. ചില നിവേദനയിൽ അൻ തഅമല ലില്ലാഹ്, നീ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ്. നീ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണം, പ്രവർത്തിക്കണം. എങ്ങനെ പ്രവർത്തിക്കണം? അള്ളാഹ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി.
നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അതാണ് ഇഹ്സാൻ. അതാണ് അള്ളാഹുവിനോടുള്ള ഇഹ്സാൻ. പിന്നെ പടപ്പുകളോടുള്ള ഇഹ്സാൻ എന്താ? പടപ്പുകളോട് ഇഹ്സാൻ എന്നാ പടപ്പുകളോട് പെരുമാറ്റം മാന്യം, മൃദുലം. അറക്കണോടത്തല്ലേ പറഞ്ഞ് ഒരു വ്യക്തി അറക്കാൻ വേണ്ടിയിട്ട് ആടിനെ കടത്തിയിട്ടുണ്ട്. അങ്ങനെ ആടിനെ കിടത്തിയിട്ട് ഇവൻ അതിൻ്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്നു. എന്നിട്ട് മൂപ്പര് ഈ ആടിൻ്റെ മുന്നിൽ നിന്ന് കത്തി തേക്കുകയാണ്, കത്തി മൂർച്ച കൂട്ടുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാണുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എത്ര തവണ അതിനെ അറക്കാനാണ് നിൻ്റെ ഉദ്ദേശം? എത്ര തവണ അതിനെ അറക്കാനാണ് നിൻ്റെ ഉദ്ദേശം? കാരണം എന്താ? ഇത് കൊല്ലലാണ്, അതിന് മുന്നിലിട്ടിട്ട് ഇത് മൂർച്ച കൂട്ടുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ മുഹ്സിനുൻ യുഹിബ്ബുൽ ഇഹ്സാൻ. അള്ളാഹു മുഹ്സിനാണ്, അള്ളാഹു ഇഹ്സാൻ ഇഷ്ടപ്പെടുന്നു. ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖത്ല. നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നല്ല നിലക്ക് കൊല്ലുക. വൈദാ ദബഹതും ഫഅഹ്സിനു ദിബ്ഹ. അറക്കുകയാണെങ്കിൽ നല്ല നിലക്ക് അറക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് അറക്കേണ്ടത്. കെട്ടി തള്ളിടുന്നതിന് മുമ്പ് കത്തി മൂർച്ച കൂട്ടണം. കെട്ടി തള്ളിയിട്ട് ഉടനെ അറക്കണം. അറുത്തിട്ട് അതിൻ്റെ ജീവൻ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ മേത്തുനിന്ന് കാലൊക്കെ എടുത്തിട്ട് അതിനെ ജീവൻ മര്യാദയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വിടണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പോൾ ഈ പടച്ച റബ്ബിനോടുള്ള ഇഹ്സാൻ നമ്മൾ പറഞ്ഞു, പടപ്പുകളോടുള്ള ഇഹ്സാൻ അത് മൃഗങ്ങളോട് വരെ. അതൊക്കെ പ്രവർത്തിക്കുന്നവന് ആര്? മുഹ്സിൻ. അത് ഞാൻ പറഞ്ഞത്, ഇഹ്സാൻ ഏതിൽ പരിമിതമല്ല? നിസ്കാരത്തിലും സക്കാത്തിലും ആഖിറത്തിലുള്ള യഖീനിലും പരിമിതമല്ല. ഇഹ്സാൻ്റെ ഗണം അത് വിശാലമാണ്. അൽ ആമിലു ലിൽ ഹസനാത്ത്, ഹസനാത്ത് പ്രവർത്തിക്കുന്നവൻ എന്നാണ് ചില തഫ്സീറുകൾ പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഇഹ്സാൻ പ്രാധാന്യത്തിൽ പുലർത്തേണ്ട മേഖല ഏതാണ്? അത് 3. അതൊന്ന് നിസ്കാരം, 2 സക്കാത്ത്, 3 ആഖിറത്തിലുള്ള യഖീൻ, ഉറച്ച വിശ്വാസം. നമുക്ക് കുറച്ച് പറയേണ്ടതാണ്. അത് 3 ഇത് പറയേണ്ട ഒരു വിഷയമാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബൂദർ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്. അബൂദർ ഇത്തഖില്ല, പഠിച്ചോനെ സൂക്ഷിച്ചോ, ഹൈസുമാ കുൻത്, എവിടെയാണെങ്കിലും. വഅത്ബിഇൽ സയ്യിഅത്തൽ ഹസന, തിന്മ ചെയ്താൽ തുടർന്ന് നന്മ ചെയ്യണം. തംഹുഹ, തിന്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്താൽ ആ നന്മയും തിന്മയും മായിക്കും. എന്നിട്ട് അപ്പോൾ അബൂദർ അങ്ങോട്ട് ചോദിച്ചു തന്നെ, യാ റസൂലല്ലാഹ് ആമീനൽ ഹസനാതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആമീനൽ ഹസനാതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഹസനാത്തിൽ പെട്ടതാണെന്ന് ചോദിക്കുകയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബൽ ഹുവ അഫ്ദലുൽ ഹസനാത്ത് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അഫ്ദലുൽ ഹസനാത്ത്, എന്താ ഏറ്റവും ശ്രേഷ്ഠമായ ഹസനത്ത്, അതാണ് ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഹസനത്ത് ചെയ്യുന്നവർ എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹസനത്ത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ സാക്ഷാത്കാരാണ്. പിന്നെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ്, വുളു ചെയ്യാനുള്ള വെള്ളം. അപ്പോൾ വെള്ളം കൊണ്ടുവന്നപ്പോൾ വുളു ചെയ്ത്, നല്ല രീതിയിൽ വുളു ചെയ്ത്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തവദ്ദഅ നഹ്വ വുദൂഇ ഹാദാ, ഞാൻ ഈ വുളു ചെയ്തതുപോലെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവദ്ദഅ നഹ്വ വുദൂഇ ഹാദാ, ഞാൻ ഈ വുളു ചെയ്തതുപോലെ വല്ലവരും വുളു ചെയ്യുകയും സുമ്മ സല്ല ദുഹ്ർ, എന്നിട്ട് ദുഹർ നിസ്കരിക്കുകയുമാണ് എങ്കിൽ യുഗ്ഫർ ലഹു മാ ബൈനഹു വ ബൈന സലാത്തി സുബ്ഹ്, അയാൾക്ക് ഈ ദുഹറിൻ്റെയും സുബഹിൻ്റെയും ഇടയിലുള്ള തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും. വമൻ സല്ലൽ അസർ, വല്ലവരും അസർ നിസ്കരിക്കുകയായാൽ യുഗ്ഫർ ലഹു മാ ബൈന സലാത്തി ദുഹ്രി വൽ അസർ, അസറിൻ്റെയും ദുഹറിൻ്റെയും ഇടയിലുള്ള തെറ്റുകളൊക്കെ അയാൾക്ക് പൊറുക്കപ്പെടും. പിന്നെ മഗ്രിബിനെ കുറിച്ച് പറഞ്ഞു, മഗ്രിബ് നിസ്കരിക്കുകയാണെങ്കിൽ മഗ്രിബിൻ്റെ അസറിൻ്റെ ഇടയിലുള്ളത് പൊറുക്കപ്പെടും. പിന്നെ ഇശ നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഇഷയിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിലുള്ളതും പൊറുക്കപ്പെടും ഒതു ചെയ്തിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്,
പിന്നീട് ഇഷസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകൾ ഉറങ്ങും. തമറു കിടപ്പിൽ ഉരുണ്ട് മറിഞ്ഞ് ഒതു പോകും അല്ലേ? നഫ്ലാസൽ തങ്ങൾ പറഞ്ഞു എന്നാണ്, ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒതു ചെയ്തിട്ട് സുബഹി നിസ്കരിക്കുകയായാൽ സുബഹിൻ്റെയും ഇഷായിൻ്റെയും ഇടയിൽ അയാളിന് വന്ന പോയ തെറ്റുകൾ പൊറുക്കപ്പെടും. യുഗ്ഫർ ലഹു ബൈന സുബഹി വസലാത്തിൽ ഇഷ എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് ഉസ്മാൻ അള്ളഹാൻ പറഞ്ഞു, നഫ്ലാസൽ തങ്ങൾ പറഞ്ഞതായിട്ട്, ഹുന്നൽ ഹസനാത്ത്, ഹുന്നൽ ഹസനാത്ത് വഹുന്നൽ ഹസനാത്ത്, അവയാകുന്നു ഹസനാത്ത്. അപ്പോൾ ഏതാകുന്നു ഹസനാത്ത്? ഈ 5 വക്ത് നിസ്കാരം, സുബഹി, ദുഹർ, അസർ, മഗ്രിബ്, ഇഷ, ഈ നിസ്കാരങ്ങളാകുന്നു ഹസനാത്ത് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ചിലർ ഉസ്മാനോട് ചോദിച്ചു എന്നാണ്, ഉസ്മാൻ ഇവകളാണ് ഹസനാത്ത്, അപ്പോൾ ഫമൽ ബാക്കിയാത്ത് എന്ന് ചോദിച്ചു എന്നാണ്. എന്താണ് ബാക്കിയാത്ത്? ബാക്കിയാത്ത് കേട്ടിക്കണ? വെല്ലൂർ ബാക്കിയാത്തല്ല, പിന്നെയോ അൽ ബാക്കിയാത്തു സാലിഹാത്ത് അല്ലേ? അപ്പോൾ ഉസ്മാനോട് ചോദിച്ചു, ഹസനാത്ത് ഓക്കെ 5 വക്ത് നിസ്കാരമാണ്, അപ്പോൾ ഈ ബാക്കിയാത്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അവയാകുന്നു അൽ ബാക്കിയാത്ത് എന്ന് പറഞ്ഞു എന്നാണ്. അതായത് പ്രതിഫലം ശേഷിക്കുന്ന, പുണ്യം നിലനിൽക്കുന്ന വചനങ്ങൾ അവയാണ് എന്ന് പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഹസനാത്ത്. ഒരിക്കൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയിൽ ഒരു ഉണങ്ങിയ വൃക്ഷം കണ്ടു, ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. അങ്ങനെയുള്ളൊരു വൃക്ഷം കണ്ടു. അപ്പോൾ താബിഈ പണ്ഡിതന്മാരിൽ പ്രസിദ്ധനായ അബു ഉസ്മാൻ അന്നഹ്ദി, അബ്ദുറഹ്മാൻ ഇബ്നു മുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന താബിഈ പണ്ഡിതൻ, അബു ഉസ്മാൻ നഹ്ദി എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്നത്, അദ്ദേഹം ഈ വൃക്ഷത്തിന് ചോട്ടിലിരിക്കുകയാണ്. അപ്പോൾ സൽമാൻ അൽ ഫാരിസി എന്നിട്ട് എന്ത് ചെയ്തു, ആ വൃക്ഷത്തിൻ്റെ ഒരു ശിഖരം കൊമ്പ് പിടിച്ചിട്ട് കുലുക്കിപ്പോൾ അയലൊന്നായിട്ടുണ്ട് വീണ്. ഉസ്മാൻ അദ്ദേഹത്തിന് അബു ഉസ്മാൻ്റെ മേത്തേക്ക് അങ്ങോട്ട് വീണത്. അപ്പോൾ സൽമാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഈ മരം പിടിച്ച് കുലുക്കിയില്ലേ, നിങ്ങളെന്താ എന്നോട് ചോദിക്കാത്ത, എന്തിനാ അത് കുലുക്കിയെന്ന്, എന്തിനാ അത് കുലുക്കിയെന്ന് ചോദിക്കാത്ത? അപ്പോൾ അബു ഉസ്മാൻ ചോദിച്ചു, എന്തിനാ നിങ്ങളിത് കുലുക്കിയത്? അപ്പോൾ സൽമാൻ അൽ ഫാരിസി പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു യാത്രയിൽ ഞാനിങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ആ ഉണങ്ങിയ വൃക്ഷത്തെ പിടിച്ച് വലിച്ചു കുലുക്കി. അപ്പോൾ ഇതിലെല്ലാം ഒന്നായിട്ട് വീണ്. അപ്പോൾ റസൂൽ എന്നോട് ചോദിച്ചു, സൽമാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കാത്ത, ഇതെന്തിനാണ് പിടിച്ച് കുലുക്കിയതെന്ന്? അപ്പോൾ സൽമാൻ അൽ ഫാരിസി റസൂലുള്ളാഹിനെ ചോദിച്ചു, റസൂലെ നിങ്ങൾ എന്തിനാണ് അതിനെ പിടിച്ച്, ഹസ്സഹു എന്നാണ്, ഞാൻ പിടിച്ച് കുലുക്കിയത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 വക്ത് നിസ്കാരങ്ങൾ, 5 വക്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, അവയുടെ ഒരു ചിത്രീകരണമാണ് ഇത്. 5 വക്ത് ഒരാൾ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിസ്കരിക്കുന്ന വ്യക്തികളുടെ പാപങ്ങൾ പൊഴിയും. എങ്ങനെ പൊഴിയും? ഈ വൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ ഉണങ്ങിയ ഇലകൾ പൊഴിഞ്ഞതുപോലെ. എൻഹാത്തു എന്നാണ്, അല്ലെങ്കിൽ തൻഹാത്ത്, അല്ലെങ്കിൽ തഹാത്തു, അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞതുപോലെ 5 വക്ത് നിസ്കരിക്കുന്നവരുടെ പാപങ്ങൾ പൊഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ള ഓതി എന്നാണ്. എന്താ ഓതിയത്? അഖിമിസ്സലാത്ത തറഫൈൻ നഹാർ വ അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിനസ് സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ എന്ന ആയത്ത് ഓതിയതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 5 വക്ത് നിസ്കാരം നിർവഹിക്കുന്നവരുടെ തെറ്റുകൾ ഇങ്ങനെ പൊഴിയും എന്നിട്ട് റസൂൽ ഓതി അള്ളാൻ്റെ ആയത്ത് എന്താ? അഖിമിസ്സലാത്ത തറഫൈൻ നഹാർ, പകലിൻ്റെ 2 അറ്റങ്ങളിൽ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശം ബുഹുർ, അസ്ർ, മഗ്രിബ്, ഇശ 4 നിസ്കാരങ്ങളാണ്. പിന്നെ വസുലഫൻ മിനൽ ലൈൽ, രാത്രിയിലെ നിസ്കാരം, അത് കൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ ഇശ സുബഹി അല്ലെങ്കിൽ സുബഹി നിസ്കാരം നിർവഹിക്കുക. എന്നിട്ട് അതിൻ്റെ ഇതാണ് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ അത് തിന്മകളെ പോക്കും, നന്മകൾ തിന്മകളെ പോക്കും എന്ന് അർത്ഥം വരുന്ന ആയത്ത് ഓതി കൊടുത്തു. ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അത് ഹുദയാകും, അത് റഹ്മത്താകും. ആർക്ക്? ലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ ആമിലുൽ ഹസനാത്ത്, ഹസനാത്ത് ചെയ്യുന്നവരാണ്. അപ്പോൾ ഹസനാത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹസനത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെ തുടർന്ന് ഹസനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? നിസ്കാരമാണ്. നിസ്കാരം ഹസനത്ത് അതിൽ പരിമിതമല്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ആയത്തും ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അത് പൂർത്തീകരിക്കാം, അവിടെ വിശദാക്കാം. ബിഇദ്നില്ലാഹ്.